അങ്ങനെ മക്കളെ നമ്മളെ MBAന്റെ ഫൈനൽ ചാപ്റ്ററിലേക്ക് എത്തി, ഏകദേശം ഫിനിഷ് ആയിട്ട്. അങ്ങനെ ഫെയർവെൽ പാർട്ടി നമ്മളെ ജൂനിയേഴ്സ് നമുക്ക് സെറ്റാക്കി തരുന്നതും അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ MBA ചൂസ് ചെയ്തത്, അതിനുള്ള കാരണം എന്ത്, എങ്ങനെ ഉണ്ടായി ബാംഗ്ലൂർ MBA ലൈഫ്, എല്ലാം ഒരുപാടുണ്ട് കേട്ടോ പറയാൻ. അതെല്ലാം ഞാൻ മെല്ലെ മെല്ലെ പറയാം. ഒരു നല്ലൊരു വാം ഗ്രീറ്റിംഗ് ആയിരുന്നു കേട്ടോ നമ്മുടെ പിള്ളേർ നമുക്ക് മൂന്നാൾക്കും വേണ്ടി സെറ്റാക്കി തന്നിട്ടുണ്ടായ. ഒരുപാട് നല്ല കണക്ഷൻസും മെമ്മറീസും ഈ ഒരു MBA ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ടീച്ചേഴ്സാണ് കേട്ടോ ഇവർ രണ്ടാണ്. ഇങ്ങനെ പ്രിൻസിപ്പാൾ HOD എല്ലാവരും വന്ന് സംസാരിച്ചു. ഈ കാണുന്ന ചങ്ങായില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. കുറച്ച് നാൾ വരെ ഞാൻ എപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പ്രിൻസിപ്പാൾ വരെ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതൊരു കണക്കിന് അഭിമാനമായിരുന്നു കേട്ടോ എൻ്റെ ഉള്ളിൽ. ആരും അറിയാതെ ഒരു മൂലയിലേ പോകുന്നുണ്ടായ എന്നെ 4 ആൾ അറിയാൻ തുടങ്ങിയത് കോളേജിന്റെ കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. കഴിഞ്ഞ് പിള്ളേരെല്ലാം കൂടി ഒരു ചെറിയ പണി തന്നിട്ടാ. ഇത് ഈ കാണുന്ന കമ്പി പിടിച്ച് കറങ്ങുക, എന്നിട്ട് അവിടെ വലിയൊരു കുപ്പിയിൽ മൂടിടുക. കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ എൻ്റെ ചങ്ങായി പ്രണവിനോട് പറഞ്ഞു അഭിമാനം വിട്ട് കളിക്കണ്ട കേട്ടോ, തോറ്റാലും പ്രശ്നമില്ലാന്ന്. എന്നിട്ട് ഞാനിങ്ങനെ കള്ളക്കണി കാണിച്ച് കറങ്ങി. പക്ഷെ അവർ വിട്ടിട്ടാ കറക്റ്റായിട്ട് എണ്ണുന്നുണ്ടായിട്ടാ. എന്നിട്ട് ഇതാ ചടഞ്ഞ് കെട്ടിയാർന്ന് വീട് കിട്ടാ. ആരും കണ്ടിട്ടാന്ന് വിചാരിച്ച് എണീച്ചു. പക്ഷെ എല്ലാരും കണ്ടു. ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നതായിരുന്നു കുറച്ച് സമയം വരെ. അതെല്ലാം പോയി കിട്ടി. അത് കഴിഞ്ഞ് നമ്മളെ ജൂനിയർ പിള്ളേർ വിശാല്, ആദില്, മാസി, ഇർഫാൻ എല്ലാം കൂടിയിട്ടുള്ള ഒരു ടീം ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു പിള്ളേരുടെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് ജൂനിയർ ഗേൾസിന്റെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചു. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, എല്ലാം കഴിച്ച് തീർത്തു. ഇത് നമ്മളെ ടീച്ചേഴ്സാണ് കേട്ടോ. എല്ലാവരും ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. ദിസ് ഈസ് നമ്മുടെ ഭാഗ്യ മാം, നമ്മുടെ പുതിയ മാം. ദിസ് ഈസ് ശ്വേത മാം. All the best, Rohit. താങ്ക് യു. നമ്മളെ പിള്ളേർ എല്ലാം